ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവിതത്തിലെ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് 139 സങ്കീർത്തനം. എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തത്? ചില വാതിലിൽ മുട്ടിയിട്ടും തുറക്കാത്തത് എന്തുകൊണ്ടാണ്? ജഡത്തിലെ ചില ദുസ്വഭാവങ്ങളുടെ മുള്ളുകൾ എന്തുകൊണ്ടാണ് എടുത്തു മാറ്റാത്തത്? പ്രതീക്ഷയോടെ തുടങ്ങിയ ചില സംരംഭങ്ങൾ, ബന്ധങ്ങൾ വിജയിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നമ്മുടെ വീഴ്ചകളാകാം അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ. മറ്റു ചിലപ്പോൾ ചിലർ നമ്മെ വീഴിച്ചതാകാം. അല്ലെങ്കിൽ നമ്മെ പിന്തുടരുന്ന ചില പാപശീലങ്ങളും സ്വഭാവങ്ങളുമാകാം പരാജയ കാരണങ്ങൾ. എന്നാൽ യാതൊരു കാരണവും കണ്ടുപിടിക്കാൻ കഴിയാത്ത ചില പ്രതിസന്ധികൾക്ക് പിന്നിലെ കാരണങ്ങൾ എന്താണ്? രാജാവും സൈന്യാധിപനുമായ ദാവീദിന്റെ ജീവിതത്തിൽ മാറ്റുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ വന്നപ്പോൾ അദ്ദേഹം ആഴത്തിൽ ചിന്തിച്ചും പ്രാർത്ഥിച്ചും അതിനുള്ള ഉത്തരം കണ്ടെത്തി. 139 സങ്കീർത്തനം 5 വാക്യം, നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. തടഞ്ഞു നിർത്തുകയും തടഞ്ഞു വയ്ക്കുകയും ചെയ്യുന്ന ഒരു ദിവ്യ പദ്ധതി ദൈവത്തിനുണ്ട്. ദൈവം തടഞ്ഞാൽ എത്ര വലിയവനും അവിടെ നിൽക്കും. പ്രപഞ്ചത്തെയും ഗാലക്സിയെയും ചലിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവനാണ് സർവശക്തനായ ദൈവം. ദൈവം തടയുന്നത് 2 തരത്തിലാണെന്നാണ് ദാവീദ് പറയുന്നത്. നിയോഗങ്ങളിൽ നിന്ന് പിറകോട്ട് പോകാൻ ദൈവം സമ്മതിക്കില്ല. യോന അതിന് ശ്രമിച്ചു നോക്കിയതാണ്. എലിയാ പ്രവാചകനും ശ്രമിച്ചു. മനുഷ്യരെ പിടിക്കുവാൻ ക്രിസ്തു നിയോഗിച്ച ശിഷ്യന്മാർ ക്രിസ്തുവിന്റെ വേർപാടിന് ശേഷം മീൻ പിടിക്കാൻ പോയി. നമ്മളും ദൈവമേൽപ്പിച്ച നിയോഗങ്ങളിൽ നിന്ന് പലപ്പോഴും പിന്മാറാൻ ശ്രമിച്ചിട്ടില്ലേ? പിന്മാറ്റത്തിന് ദൈവം സമ്മതിക്കാതിരിക്കുമ്പോൾ ഒരിക്കലും ധിക്കാരപൂർവം പിന്മാറരുത്. പിന്നെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. പിറകോട്ട് പോകാൻ സമ്മതിക്കാത്ത ദൈവം ചിലപ്പോൾ മുൻപോട്ട് പോകാനും സമ്മതിക്കില്ലെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നീ മുൻപും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കും. നമ്മുടെ വഴിതെറ്റിയുള്ള യാത്രയ്ക്കും വളഞ്ഞ വഴിക്കും ദൈവം സമ്മതിക്കില്ല. എപ്പോഴും മോശയോട് മുന്നോട്ട് പോവുക എന്നാണ് ദൈവം പറയാറുള്ളത്. പുറപ്പാട് പുസ്തകം 14 15-16 വാക്യങ്ങൾ. അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചെയ്തു, നീ എന്നോട് നിലവിളിക്കുന്നത് എന്തിനാണ്? മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോകും. 40 വർഷത്തെ മരുഭൂയാത്രയിൽ മുന്നോട്ടു പോകുവാൻ തന്നെയാണ് ദൈവം മോശയ്ക്ക് നിർദ്ദേശം കൊടുത്തത്. എന്നാൽ ഒരിക്കൽ ദൈവം പറഞ്ഞു, നീ ഇനി മുന്നോട്ട് പോകണ്ട. സംഖ്യാപുസ്തകം 27 അധ്യായം. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത്, ഈ അബാരീം മലയിൽ കയറി
ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശം നോക്കുക. അത് കണ്ട ശേഷം നിന്റെ സഹോദരനായ അഹരോനെ പോലെ നീയും നിന്റെ ജനത്തോട് ചേരും. കുടുംബത്തിലും ആത്മീയത്തിലും സാമൂഹ്യ മേഖലകളിലും നമുക്ക് നിശ്ചയിച്ച ശുശ്രൂഷ തീർന്നു കഴിയുമ്പോൾ റിട്ടയർ ചെയ്യാൻ ദൈവം പറയും. മടക്കയാത്രയ്ക്കുള്ള കോൾ വരും. അയ്യോ കർത്താവേ, ഞാനിപ്പോഴും ഫുൾ റണ്ണിങ് കണ്ടീഷനിലാണ്, റിട്ടയർമെന്റ് ദയവായി എക്സ്റ്റെൻഡ് ചെയ്തു തരണം എന്നൊന്നും പറയാൻ ആർക്കും അവകാശമില്ല. ദൈവം പറഞ്ഞാൽ അതനുസരിച്ചേ പറ്റൂ. സഭാപ്രസംഗി 3-ാം അധ്യായം 1-7 വാക്യങ്ങൾ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യങ്ങൾക്കും ഒരു കാലമുണ്ട്. കീറുവാനൊരു കാലം, തുന്നുവാനൊരു കാലം, മിണ്ടാതിരിപ്പാനൊരു കാലം, സംസാരിക്കാൻ ഒരു കാലം. ദൈവത്തിന്റെ പദ്ധതിയിൽ നമുക്ക് ചെയ്തു തീർക്കുവാനുള്ള ശുശ്രൂഷകളും നിയോഗങ്ങളും അവസാനിക്കുമ്പോൾ നമ്മൾ വണ്ടി ഒതുക്കണം. ഞാനില്ലെങ്കിൽ കുടുംബം, സഭ, രാഷ്ട്രം തുടങ്ങിയവയിലൊക്കെ കാര്യങ്ങൾ ആകെ പ്രശ്നമാകും എന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ടും മല്ലടിച്ചിട്ടും ഒരു കാര്യവുമില്ല. ദൈവത്തിന് നമ്മളില്ലെങ്കിൽ പകരക്കാർ അനേകരുണ്ട്. അബ്രഹാം പോയാൽ മോശ, മോശ പോയാൽ യോശുവ, ഞാൻ പോയാൽ ലക്ഷം ലക്ഷം പിന്നാലെ. അതെ, മുമ്പോട്ടും പിറകോട്ടും പോകാൻ കഴിയാത്തതിന്റെ കാരണം ദാവീദ് ആത്മാവിൽ തിരിച്ചറിഞ്ഞു. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വച്ചിരിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹിക്കുന്ന കരങ്ങൾ ചിലപ്പോൾ വിലങ്ങുതടിയായി നമ്മുടെ മുമ്പിൽ വന്നേക്കാം. അതിൽ നിരാശപ്പെടരുത്. ഒരിടത്ത് വാതിലടയ്ക്കുന്ന ദൈവത്തിന് മറ്റൊരിടത്ത് വാതിൽ തുറക്കാൻ കഴിയും. ശൗൽ വാതിലടച്ചാൽ ദൈവം ദാവീദിനു വേണ്ടി മറ്റനേകം വാതിലുകൾ തുറക്കും. എന്തിനാണ് ദൈവം തടയുന്നത്? അപകടങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടുവാനാണ്. നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗസ്ഥ പിതാവ് മുമ്പോട്ടും പിറകോട്ടും പോകുവാൻ അനുവദിക്കാതെ വഴി തടയുന്നത്. സദൃശവാക്യം 14-ാം അധ്യായം. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും. അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രേ. അബ്രഹാം, ദാവീദ്, ഏലിയാവ്, ധൂർത്തപുത്രൻ, അപ്പോസ്തലൻ പൗലോസ് തുടങ്ങിയവരെയൊക്കെ ദൈവം മുമ്പോട്ടും പിറകോട്ടും നടത്തിയവരാണ്. നമ്മളെയും ദൈവം പലപ്പോഴും തടഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വലിയ നിരാശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചില സ്നേഹബന്ധങ്ങൾ തകർന്നു പോയത്, ചില സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടത്, പ്രതീക്ഷയോടെ തുടങ്ങിയ ചില സംരംഭങ്ങൾ വിജയിക്കാതെ പോയത്, അതൊക്കെ നമ്മുടെ നന്മയ്ക്കു വേണ്ടിയായിരുന്നു. അതിനു പിറകിലെ അപകട സാധ്യതകൾ ദൈവം മുൻകൂട്ടി കണ്ടിരുന്നു. അവ നമ്മുടെ നിർബന്ധ ബുദ്ധിയും നമ്മുടെ സ്വാർത്ഥ താൽപര്യങ്ങളും മൂലമല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും അതിനു പിറകിലെ അപകട സാധ്യതകൾ ദൈവം മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് നമ്മൾ തടയപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ ഇന്നത്തെ അവസ്ഥ? ദൈവത്തിന്റെ ഈ വഴിതടയലും വഴി നടത്തലും
മനുഷ്യബുദ്ധിക്ക് അതീതമാണെന്നാണ് ദാവീദ് പറയുന്നത്. 139 സങ്കീർത്തനം 6 വാക്യം. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. അതുകൊണ്ട് ദൈവം വാതിലുകൾ അടയ്ക്കുമ്പോൾ, പിറകിലും മുമ്പിലും തടയുമ്പോൾ ചോദ്യം ചെയ്യുന്നതിന് പകരം ദൈവത്തിൻ്റെ കരുതലിൽ വിശ്വസിക്കണം. കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല. നേരായി നടക്കുന്നവർക്ക് നന്മയൊന്നും മുടക്കില്ല. വഴിതെറ്റിയ അന്വേഷണങ്ങളും കുറുക്കുവഴികളും തേടി നമ്മൾ പോകരുത്. അക്രൈസ്തവ വഴികൾ നിർദ്ദേശിക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെ വഴിയെ ഒരിക്കലും പോകരുത്. റോമാലേഖനം 8 28 വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ജീവിത പ്രതിസന്ധികൾക്കും പ്രതികൂലതകൾക്കും മുമ്പിൽ നമ്മൾ നിഷ്ക്രിയരായിരിക്കണമെന്നും പിന്മാറണമെന്നുമാണോ ഈ വേദവാക്യത്തിൻ്റെ അർത്ഥം? അല്ല. പ്രതിസന്ധികളിൽ അതിജീവിച്ച് മുന്നേറുവാനാണ് ദൈവം നമുക്ക് നിയോഗവും കർമ്മശേഷിയും നൽകി ഏൽപ്പിക്കുന്നത്. എന്നാൽ തുടർച്ചയായ തടസ്സങ്ങളും പ്രതിരോധങ്ങളും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ എന്തുകൊണ്ടാണെന്ന് ആത്മപരിശോധന നമ്മൾ നടത്തണം. ദൈവമാണോ, സാത്താൻ ഹൈജാക്ക് ചെയ്ത മനസ്സുള്ളവരാണോ അതിൻ്റെ പിന്നിലുള്ളത് എന്ന് അറിയണം. അതെങ്ങനെയാണ് അറിയാൻ സാധിക്കുക? അതറിയുവാൻ ശാന്തമായി ദൈവസന്നിധിയിൽ ഇരിക്കണം. തിരുവചനത്തിലെ അന്വേഷണ യാത്ര തുടരണം. കൂടാതെ സ്വർഗീയ ജ്ഞാനത്തിനും തിരിച്ചറിവിനുമായി ദാവീദിന്റെ പ്രാർത്ഥന ചൊല്ലണം. 139 സങ്കീർത്തനം. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ ചിന്തകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. വിനയപൂർവം, ഹൃദയപൂർവം ദൈവസന്നിധിയിൽ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം വ്യക്തമായ മറുപടി നൽകും. ദൈവത്തിൻ്റെ കരങ്ങൾ മുമ്പോട്ടും പിറകോട്ടും നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നും എന്തിനെന്നുമുള്ള തിരിച്ചറിവാണ് 139 സങ്കീർത്തനം നമുക്ക് നൽകുന്നത്. വഴികളും വാതിലുകളുമൊക്കെ അടയുമ്പോൾ വായിച്ച് ധ്യാനിക്കുവാൻ ദൈവം നൽകിയ അത്ഭുത ദാനമാണ് ഈ സങ്കീർത്തനം. ഒരുപക്ഷേ മുൻപും പിൻപും തടഞ്ഞു നിർത്തുന്നതിൻ്റെ കാരണങ്ങൾ നമുക്ക് ഇപ്പോൾ മനസ്സിലായില്ലെന്ന് വരാം. എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ പിന്നിലെ ദൈവ ഉദ്ദേശം എന്തിനായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കിത്തരും. ചിലപ്പോൾ ഈ ജീവിതത്തിൽ മറുപടി കിട്ടിയില്ലെന്ന് വരാം. വിഷമിക്കേണ്ട. നിത്യതയിലെത്തുമ്പോഴായിരിക്കും ദൈവം മുൻപും പിൻപും തടഞ്ഞതിൻ്റെ ഉദ്ദേശം നമുക്ക് വെളിപ്പെടുത്തി തരിക. തൽക്കാലം മറുപടി കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പ് അതിശ്രേഷ്ഠമാണ്. യിരെമ്യാ പ്രവചനം 29 കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്.
നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അതുകൊണ്ട് ഇപ്പോൾ വിശ്വസിക്കുക, അനുസരിക്കുക, പ്രത്യാശിക്കുക. ഒരിക്കൽ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കഴിയും. തക്ക സമയത്ത് നമ്മൾ എത്തേണ്ടിടത്ത് അവൻ തീർച്ചയായും എത്തിച്ചിരിക്കും. വഴി തടഞ്ഞതിനെയും വഴി തിരിച്ചുവിട്ടതിനെയും ഓർത്ത് ഒരിക്കലും വിഷമിക്കരുത്. കർത്താവിൻ്റെ കരങ്ങൾ അതിൻ്റെ പിന്നിലുള്ളതുകൊണ്ട് നമുക്ക് ഒരു ദോഷവും സംഭവിക്കില്ല. കർത്താവ് അനുവദിക്കാതെ, അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കടന്നു വരില്ല. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഫിലിപ്പിയലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുന്നത് ഒരിക്കലും നഷ്ടമാവില്ലെന്ന് തിരുവചനം ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മോട് പറയുന്നു. യെശയ്യാപ്രവചനം 60-ാം അധ്യായം 22-ാം വാക്യം. കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയുമായി തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യം. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം, താമസിക്കില്ല. 37-ാം സങ്കീർത്തനം. മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി നടക്കുന്നവരെ അവിടുന്ന് സുസ്ഥിരരാക്കും. അവർ വീണേക്കാം, എന്നാൽ അത് മാരകമാവില്ല. കാരണം കർത്താവ് അവരുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ശക്തരും പ്രബുദ്ധരും ദൈവ നിയോഗത്തിൽ വിശ്വസ്തരുമായി തുടരാൻ സഹായിക്കട്ടെ. ശുഭാശംസകളോടെ എ.പി. ജോർജച്ചൻ.